ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്, അതിൻ്റെ ചില പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയൊരു പുസ്തകത്തിൽ ഒരു അധ്യായമാണ് കുറ്റവാളികളുടെ ദ്വീപ്, ദ ക്രിമിനൽസ് ഐലൻഡ്. അതായത് ഈ കുറ്റവാളികളെ ഇന്നിപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ജയിലിലിട്ട് കഴിഞ്ഞാൽ കള്ളന്മാരെ അധികം നാളൊന്നും ജയിലിലിടില്ല. ഏതാണ്ട് 2-3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടും. അപ്പം ജയിലിൽ ചെല്ലുമ്പോൾ മിക്കവാറും അവർക്ക് വേറെ കൂട്ടുകാരനെ കിട്ടും, വേറെ കള്ളനെ കിട്ടും. പിന്നെ അടുത്ത മോഷണം ഇവർ ഒന്നിച്ചായിരിക്കും. മനസ്സിലായി? അതുപോലെ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നുമില്ല. വല്ല 1-2 കൊല്ലമൊക്കെ ജയിലിൽ കഴിഞ്ഞാൽ അവർ പോരും. അവൻ വന്നിട്ട് വീണ്ടും പണി തുടങ്ങും, മയക്കുമരുന്ന് കച്ചവടം. കാരണം നല്ലൊരു ബിസിനസ്സാണ്, നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുപോലെ ഇപ്പോൾ കള്ളന്മാർ, മയക്കുമരുന്ന് വിൽപ്പനക്കാർ, പിന്നെ ഈ മറ്റേ മാല പൊട്ടിക്കലുകാർ, ബൈക്കിൽ പോയിട്ട് മാല പൊട്ടിക്കുന്നത്, അതൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഈ കുറ്റവാസന. അതൊന്നും പോവില്ല. അവർ കള്ളന്മാരൊന്നും ഒരിക്കലും നന്നാവില്ല. അവരെ എത്ര കാലം ജയിലിലിട്ടാലും ശരിയാവില്ല. വല്ല ഗുണമുള്ള ഈ പോലീസിൻ്റെ ഇടി മാത്രമേ ഉള്ളൂ അവർക്ക് പേടിയുള്ളൂ. പോലീസിൻ്റെ ഇടിയൊക്കെ ശരിക്കും കിട്ടുമ്പോൾ അവർ വേണ്ട, ഇനി മതി, കാരണം ഇടി കൊണ്ട് വയ്യ. അല്ലാണ്ട് ശിക്ഷ എന്താ, നമ്മുടെ ഇവിടെ ജയിൽ ശിക്ഷ എന്താണ്? ഇപ്പോൾ സുന്ദരമല്ലേ, അവിടെ നല്ല ഭക്ഷണവും ഒന്നും അറിയണ്ടല്ല, ഒരു കാര്യം അറിയണ്ട. കടയിലും പോകണ്ട, പച്ചക്കറിയും വേണ്ട, മീനും മേടിക്കേണ്ട, ഒന്നും അറിയണ്ട. അവിടെ കൃത്യമായിട്ട് ജോസഫ് സാറിൻ്റെ ആ പുസ്തകത്തിൽ അറ്റുപോയ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ, അല്ല ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഭക്ഷണം വരുമ്പോൾ തന്നെ. അപ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ അപ്പോൾ ഒരുത്തൻ അവിടുന്ന് പറയാണ്, ആഹാ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് മട്ടൻ കറി ഉണ്ട്. അവർക്ക് അറിയാം ചൊവ്വാഴ്ച ദിവസം ഉച്ചക്ക് മട്ടൻ കറി ഉണ്ട്. അപ്പം അവിടെ സുഖമാണ്. ഇപ്പം ജയിലിലൊക്കെ വലിയ സുഖമാണ്, ഒരു കുഴപ്പമില്ല. പണ്ടൊക്കെ ഈ ഗോതമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വലിയ സുഖമാണ്. ഇന്നാൾ പണ്ടെടുത്തൻ അവനെ ജയിലിൽ നിന്ന് വിടരുതെന്ന് പറഞ്ഞ് അവനെ കുറേ കൊല്ലം കഴിഞ്ഞ് പറഞ്ഞു വിട്ട്, അവൻ്റെ ശിക്ഷ കഴിഞ്ഞ്. അപ്പോൾ അവൻ പരാതി കൊടുത്തു, എന്നെ വിടരുത്, എനിക്ക് വേറെ ജീവിക്കാൻ വരെ മാർഗമില്ല, തൊഴിലൊന്നുമില്ല, ബന്ധുക്കളില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാമെന്നും പറഞ്ഞ്. അങ്ങനെ അനുവദിക്കാൻ പറ്റില്ലല്ലോ, പറഞ്ഞു വിട്ട്. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കുറേ പേരെ നിൽക്കുന്നുണ്ട്, രോഗന്മാരെങ്കിലും പോവില്ല. കാരണം അവിടെ ഇച്ചിരി ഉച്ചക്ക് ഇത്തിരി കഞ്ഞിയും വേറൊക്കെ കിട്ടും. അപ്പം കുറ്റവാളികളുടെ ദീപം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റവാസനയുള്ളവർ, അവരെ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും ആ പഴയ തൊഴിലിലേക്ക് പോകും. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ അവർക്ക് വേണ്ടിയുള്ള ഒരു ദ്വീപാണ്. അപ്പം അവർക്ക് നീന്തി ഇപ്പുറത്തേക്കൊന്നും വരാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ പാതിരാമണൽ ദ്വീപൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ദ്വീപ് മതി. നമ്മുടെ കായലുകൾ, വേമ്പനാട്ട് കായലിലും മിക്കവാറും കായലുകളിലൊക്കെ ഒരുപാട് ദ്വീപുകളുണ്ട്, ചെറിയൊരു ദ്വീപുകളുണ്ട്. ആളുകൾ സന്തോഷ് ജോർജ് കുളങ്ങരക്കുണ്ട്, വൈക്കത്തൊരു ദ്വീപ്, ഏതാണ്ട് 4 ഏക്കർ 5 ഏക്കറും ഉണ്ട്. അപ്പം ദ്വീപുകൾ ഒരുപാടെണ്ണമുണ്ട്. അപ്പം എങ്ങനെയുള്ള ഒരു ദ്വീപിൽ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ കൊണ്ട് വിട്ടോ, അവരെ ജയിലിൽ അവരെ തുറന്നു വിട്ടോ, അവരവിടെ കണ്ട് ജീവിച്ചോട്ടെ. കാരണം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവരൊന്ന് പഴയ തൊഴിൽ തുടങ്ങും, മോഷണം തുടങ്ങും, കഞ്ചാവ് വെച്ചോടും, ബൈക്ക് മാല പൊട്ടിക്കലും ഒക്കെ തുടങ്ങും. അപ്പം അതാണ് ഞാൻ ഈ കുറ്റവാളികളുടെ ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞ, ഈ കുറ്റം സമ്മതിക്കുന്നവരെ 14 കൊല്ലമൊന്നും ജയിലിടണ്ട, അവരെ ഒരു 3-4 കൊല്ലം. അവർക്ക് ഞാൻ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഇന്നിപ്പം അവിടെ കൊണ്ടിട്ട് ഈ ജയിലിലിടുന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയൊരു അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല. അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ, അമേരിക്കയിലൊക്കെ ജീവിതകാലം മുഴുവൻ ജയിലിടുന്ന പരിപാടിയുണ്ട്, മരണം വരെ ഇടുന്നുണ്ട്. അവിടുത്തെ സംവിധാനം അങ്ങനെ. ഈ
റൊണാൾഡ് റീഗന്റെ കുറെ കൊല്ലത്തിന് മുമ്പ് വെടിവെച്ച ആളെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാളെ വിട്ടേക്കുന്നത്. 40 കൊല്ലം കഴിഞ്ഞിട്ട്. അല്ല എന്താ ഉപകാരമുള്ള അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് എന്താ ഉപകാരമുള്ള അയാൾ എന്തോ അതൊക്കെ എടുത്ത് കളയേണ്ടത്. നമ്മുടെ 14 കൊല്ലം തന്നെ. അപ്പൊ ഈ കുറ്റം സമ്മതിക്കുന്നവനെ അവർക്കൊരു മാനസിക പരിവർത്തനം വരാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇന്നിപ്പോൾ ജയിലിലിട്ടിട്ട് അവരെ കാലത്തെ എല്ലാത്തിനും കൊണ്ട് പാറ പൊട്ടിക്കാനും കൃഷിപ്പണിക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകും. ഉച്ചക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം വിശ്രമിക്കാം. രാത്രി വല്ല സിനിമയൊക്കെ ഉണ്ടാവും, TV കാണാം. ഇത് മാറ്റിയിട്ട് ഇവർക്ക് അവർ കുറ്റം ചെയ്തു, അവർ കുറ്റം ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള അവർക്ക് ഒരു ബോധം വരണമെങ്കിൽ അത് ബോധം വരാനായിട്ട് അവർക്കതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അവർ എഴുതാനുള്ളവർ എഴുതട്ടെ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കുറ്റവാളിയായി, ഞാൻ അത് ഒഴിവാക്കാമായിരുന്നില്ല എന്നൊക്കെ അവർ സ്വയം എഴുതട്ടെ. ഒരു പുസ്തകം പോലെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അവിടുത്തെ ജയിലിലെ ലൈബ്രറിയിൽ നിരത്തി വെക്കട്ടെ. ഓരോ കുറ്റവാളികൾ കുറ്റം ചെയ്തവരൊക്കെ അങ്ങനെ എഴുതി വെക്കട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് വായിക്കാൻ നല്ല ചിലപ്പോൾ ബെസ്റ്റ് സെല്ലറാവും ഈ പുസ്തകമൊക്കെ. ഇപ്പോൾ കൂടത്തായി ജോളിയുടെ പുസ്തകവും അല്ലെങ്കിൽ കിരൺകുമാറിൻ്റെ പുസ്തകവും അല്ലെ ഉത്രേനെ പാമ്പിനെ കൊണ്ട് അടുപ്പിച്ച് വന്ന സൂരജിൻ്റെ പുസ്തകമൊക്കെ ചിലപ്പോൾ ബെസ്റ്റ് സെല്ലറാവും. അതിൻ്റെയൊക്കെ റോയൽറ്റിയൊക്കെ അവർക്ക് കിട്ടും. അതെ. അപ്പം അവരെഴുതട്ടെ. അല്ലാണ്ട് അവരവിടെ കുറേ ആൾ ജയിലിലിട്ടിട്ട് കുറേ പണി കഴിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇവർക്ക് കുറ്റം ചെയ്തു എന്നുള്ളത് അവർക്കൊരു മാനസാന്തരം വരണം, മാനസിക പരിവർത്തനം വരണം. അതിന് അവരെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിട്ടും കാര്യം, അവരായിട്ട് കട്ടപ്പെടുത്തുന്ന കാര്യമില്ല. അവർ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അവർ ഒരുപാട് പീഡനമൊന്നും വേണ്ട. അവർ ആ 3-4 കൊല്ലം കൊണ്ട് ഒരു പുസ്തകമൊക്കെ എഴുതി കഴിയുമ്പോൾ തന്നെ അവരെ പിന്നെ വേണമെങ്കിൽ വിടാന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലേക്കൊന്നും വിടണ്ട. അവരെയൊക്കെ വേണമെങ്കിൽ കുറ്റവാളികൾ ദ്വീപിൽ അവിടെ അഴിച്ചു വിടാം. അവിടെ വെറുതെ എന്തിനാ ഇവിടെ ജയിലിലിട്ട് ഇവിടെ ഇട്ടിട്ട് എന്താ കാര്യങ്ങൾ? ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതാണ് ഈ കുറ്റവാളികളുടെ ദ്വീപെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുറ്റവാളികളുടെ ദ്വീപ് എന്നുള്ള വിഷയത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും അല്ലേ? ഓക്കെ, ശരി.